ഹലോ, ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആയാലോ? അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ എന്നും മേക്കപ്പ് തന്നെയാണല്ലോ എനിക്ക് പണിയുന്നത്. ഇന്ന് വേറെ ഒന്നുമല്ല, കുട്ടിയുടെ സ്കൂളിൽ കലോത്സവമാണ്. അപ്പോൾ അവളെ ഒരുക്കുക, അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ അതൊക്കെയാണല്ലോ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ. അപ്പോൾ കലോത്സവത്തിന് 2 ദിവസം മുന്നെയാണ് പേര് കൊടുത്തതും അവളെ സ്റ്റേജിൽ കയറ്റാം എന്നുള്ളൊരു ഇത് വന്നത്. പിന്നെ അവൾക്ക് അങ്ങനെ ഭയമില്ല, അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് അത് നമ്മളെല്ലാ കൊല്ലം ഇങ്ങനെ കയറ്റിയാലാണ് അവർക്ക് വലുതാവും തോറും ആ ഫിയറൊക്കെ ഒന്ന് മാറുള്ളൂ. അപ്പോൾ ഇത്തവണ എന്തായാലും ഫസ്റ്റ് ടൈമാണ് അവളുടെ ലൈഫിലെ ഡാൻസായിട്ട് പെർഫോം ചെയ്യുന്നത് കേട്ടോ സ്റ്റേജിൽ. അപ്പോൾ അവൾ കളിക്കാൻ തയ്യാറാണ്, ഞാൻ കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഫോക്ക് ഡാൻസിൻ്റെ പേര് കൊടുത്തത്. 2 ദിവസം കൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചത്. വലിയ പാട്ടൊന്നുമല്ല, എന്നാലും നമ്മുടെ ആ പാട്ടുണ്ടല്ലോ, എലവത്തൂര് കായലിലെ കരക്കിലുണ്ടൊരു കൈത, ആ സോങ് അതൊരു ഫോക്ക് സോങ് ആണല്ലോ. അപ്പം അതൊരു 8 വരി അവൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. യൂട്യൂബൊക്കെ നോക്കി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളൊരു നാടൻ പെണ്ണിൻ്റെ ലുക്കാണ് അവൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലുങ്കിമുണ്ട് അവൾക്ക് വേണ്ടി കുട്ടികളുടെ ലുങ്കിമുണ്ട് മേടിച്ചു. പിന്നെ ബ്ലൗസ് നമുക്ക് പട്ടുപാവാട ഉണ്ടായിരുന്നു, ബ്ലാക്ക് പട്ടുപാവാടയുടെ ബ്ലൗസ്. അപ്പോൾ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. വലിയ വട്ടപ്പൊട്ടും അതുപോലെ തന്നെ പുരുകൊക്കെ എഴുതി, കറുത്ത വള, എന്താ പറയുക അതിന്, കുപ്പിവള, കറുത്ത കുപ്പിവള. അവൾ ചെറുപ്പത്തിലാണ് കുപ്പിവള ഇട്ടിട്ടുള്ളൂ കേട്ടോ, പിന്നെ അവളെ ലൈഫിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഡാൻസിന് വേണ്ടിയിട്ടാണ് ഇനി വള മേടിച്ചത് തന്നെ. പിന്നെ ബ്ലാക്ക് സ്റ്റഡും ഒക്കെ വെച്ച് നാടൻ പെണ്ണിൻ്റെ ലുക്കാണ് കേട്ടോ. പിന്നെ മുടിയൊക്കെ നമ്മൾ വട്ടക്കെട്ട് കയറ്റി വെച്ച് കെട്ടാനൊന്നും അവൾക്ക് ഹെയർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം ഒന്ന് കെട്ടി നോക്കിയപ്പോൾ അത് ഫേസിന് അങ്ങോട്ട് ചേരണില്ല, മുടി അങ്ങനെ കെട്ടാനുള്ളതില്ല. അപ്പോൾ ഞാനതിങ്ങനെ ചീക്കി കൊടുക്കുക ചെയ്തുള്ളൂ കേട്ടോ. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ലുങ്കിമുണ്ടൊക്കെ ഉടുപ്പിച്ച് പിന്നെ ഒരു വെള്ള തോർത്തുമുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ അങ്ങോട്ട് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നാടൻ ലുക്കായിട്ടോ അവൾ. അങ്ങനെ ഡ്രസ്സൊക്കെ ഉടുപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്കൊരു മാല, അത് ഒരു കറുത്ത ചരടിൽ എൻ്റെ 2 ചിലങ്കയുടെ മണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിലങ്കയുടെ മണി അതിൽ കോർത്തിട്ട് ഒരു ബ്ലാക്ക് മാല കഴുത്തിൽ കെട്ടി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് ആണല്ലോ, അപ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ കളർ കൊടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ കളർ കൊടുക്കാൻ വേറെ കളേഴ്സൊന്നും ഇല്ലാതെ ആയപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് കൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ലിക്വിഡ് ലിപ്സ്റ്റിക് വെച്ചിട്ട് അത് വെച്ചിട്ട് കയ്യിലും കാലിലൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തു. ഡാൻസിനൊക്കെ അതിൻ്റെ ഒരു കുറവും വേണ്ടാന്ന് വെച്ചിട്ട് അതും ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് തന്നു കേട്ടോ. അപ്പോൾ ഡാൻസ് അവൾ നന്നായി കളിച്ചിട്ടുണ്ട്. ഡാൻസിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മേക്കുട്ടിയുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ബൈ ബൈ, സ്റ്റേ ട്യൂൺ.